നമസ്കാരം, എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് സ്പോർട്സ് മേഖലയിലെ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചാണ്. അപ്പോൾ GK പാർട്ടിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഏഷ്യൻ ഗെയിംസ് എന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നടന്ന സ്ഥലങ്ങളും ഇനി നടക്കാൻ പോകുന്ന സ്ഥലങ്ങളും മുമ്പ് നടന്ന സ്ഥലങ്ങളുമാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വുമൺ സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാമിന് ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഏഷ്യൻ ഗെയിംസിനെ മുഴുവനായി പഠിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ അകത്തു നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാ 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2022 ഈ 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടത്. എന്നാൽ കൊറോണ കാരണം 2022 ഏഷ്യൻ ഗെയിംസ് 2023 മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെ 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് 2023. അതെല്ലാവരും ഒന്ന് ഓർത്തു വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായ ഒരു കാര്യമായിരിക്കും, 2022 നടക്കേണ്ടത്, പിന്നെ എന്താണ് 2023 നടന്നതെന്ന്. അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ 2022 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലെ ഹാങ്ചോയിലാണ്. ഈ 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ എന്താണ്, 4 വർഷത്തിലൊരിക്കലാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുക. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ഇപ്പോൾ നടന്നത്. 2022 നടക്കേണ്ടത്. അത് കൊറോണ കാരണം 2023 മാറ്റിയതാണ്. പക്ഷെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് 2022 ചൈനയിലെ ഏഷ്യൻ ഗെയിംസ് എന്നാണ് പറയുന്നത്. ചൈനയിലെ ഹാങ്ചോയിലാണ് നടന്നത്. ഇനി 482 ഇനങ്ങളാണ് ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടായിരുന്നത്. 482 ഇനങ്ങളാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2022 ഒരു 2 ഇനങ്ങൾ കൂടി പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ 2 ഇനങ്ങളെ പേര് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിക് സ്പോർട്സും ബ്രേക്ക് ഡാൻസും. ഈ സ്പോർട്സും ബ്രേക്ക് ഡാൻസുമാണ് 2022 ഏഷ്യൻ ഗെയിംസിൽ പുതുതായി വന്ന ഇനങ്ങൾ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ WCPOന്റെ എക്സാമിന് ചോദിച്ച ആ ചോദ്യം തന്നെ, ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം. അപ്പം ഇന്ത്യക്ക് മൊത്തം 107 മെഡലുകളാണ് ലഭിച്ചത്. അപ്പം ഇന്ത്യക്ക് 107 മെഡലുകളാണ് ലഭിച്ചത്. അങ്ങനെ 107 മെഡലുകളോട് കൂടി ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ 4ാം സ്ഥാനത്താണ്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകളോട് കൂടി ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. അപ്പം ഇനി ഇതുവരെ ഇന്ത്യക്ക് മൊത്തം എത്ര മെഡലുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 672. ഇത് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതുവരെ നടന്ന എല്ലാ ഏഷ്യൻ ഗെയിംസിലും കൂടിയിട്ട് ഇന്ത്യക്ക് 672 മെഡലുകളാണ് ലഭിച്ചത്. ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ 45 രാജ്യങ്ങളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 45 രാജ്യങ്ങളാണ് ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു, ഇപ്പൊ ഇന്ത്യക്ക് 107 മെഡലുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഗോൾഡും സിൽവറും വെങ്കലവും അത് എത്രയാണ് ലഭിച്ചതെന്ന് നോക്കാം. 28 ഗോൾഡും 38 സിൽവറും 41 വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഈ 107 മെഡലുകളിൽ 28 ഗോൾഡ് മെഡലുകളും 38 സിൽവർ മെഡലുകളും 41 വെങ്കല മെഡലുകളുമായി ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ ഒന്ന് ഓർത്തു വെക്കാം. ഇനി പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം ചൈനയ്ക്കും 2ാം സ്ഥാനം ജപ്പാനും 3ാം സ്ഥാനം സൗത്ത് കൊറിയയ്ക്കുമാണ്. അപ്പോൾ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ജപ്പാൻ, 3ാം സ്ഥാനം സൗത്ത് കൊറിയ, 4ാം സ്ഥാനം ഇന്ത്യ. എന്നാൽ മെഡലുകളുടെ അടിസ്ഥാനത്തിൽ ചൈന തന്നെയാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. 2ാം സ്ഥാനം സൗത്ത് കൊറിയയ്ക്കാണ്. അപ്പോൾ 3ാം സ്ഥാനം ജപ്പാൻ, ഇന്ത്യക്ക് 4ാം സ്ഥാനം തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ജപ്പാന് കിട്ടിയിട്ടുള്ളത് ഗോൾഡുകളാണ് കൂടുതൽ. എന്നാൽ സൗത്ത് കൊറിയയ്ക്ക് ഗോൾഡ് അല്ല, ബാക്കിയുള്ള മെഡലുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെഡലുകളുടെ എണ്ണത്തിൽ സൗത്ത് കൊറിയയ്ക്കാണ് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഗോൾഡുകൾക്ക് പോയിന്റ് കൂടുതലായതുകൊണ്ട് ജപ്പാനാണ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത്. അപ്പം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പോയിന്റിന്റെ അടിസ്ഥാനത്തിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, മെഡലുകളുടെ അടിസ്ഥാനത്തിലും. അത് രണ്ടും 2ആണ്. അതൊന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കാം. ഇനി ഇന്ത്യക്ക് അത്ലറ്റിക് വിഭാഗത്തിൽ 29 മെഡലുകളും ഈ ഷൂട്ടിംഗ് വിഭാഗത്തിൽ 22 മെഡലുകളുമാണ് ലഭിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചതാണ് ഈ 2 മേഖലകൾ. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കാനാണ് പറഞ്ഞത്. അത്ലറ്റിക്കിൽ 29 മെഡലുകളും ഷൂട്ടിങ്ങിൽ 22 മെഡലുകളും. ഇനി നമുക്ക് ഈ ചൈനയിലെ ഹാങ്ചോയിൽ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിലെ ഉദ്ഘാടനത്തിലേക്ക് പോകാം.
ഈ ഉദ്ഘാടനത്തിൽ പതാക ഏന്തിയിരുന്നത് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും പിന്നെ ബോക്സിംഗ് ചാമ്പ്യനായ ലവ്ലീന ബോർഗോയനുമാണ്. അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഉദ്ഘാടന മത്സരത്തിൽ പതാക ഏന്തിയത് ആരൊക്കെയാണ്? അത് ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും പിന്നെ ബോക്സിംഗ് ചാമ്പ്യനായ ലവ്ലീന ബോർഗോയനും. അപ്പൊ നമ്മൾ ഉദ്ഘാടന മത്സരം പറഞ്ഞു. ഇനി സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് ഹോക്കി ടീമിൽ തന്നെയുള്ള മലയാളിയായ ശ്രീജേഷാണ്, PR ശ്രീജേഷ്. അപ്പൊ സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് മലയാളിയായ ഹോക്കി ടീമിലുള്ള PR ശ്രീജേഷ് ആണ്. ഇനി 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം എന്താണെന്ന് നോക്കാം. ഇന്റർലോക്ക് വളയങ്ങളോട് കൂടിയ ഉദയസൂര്യനാണ് ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ചിഹ്നം. ഇന്റർലോക്ക് വളയങ്ങളോട് കൂടിയ ഉദയസൂര്യൻ. ഇനി ഈ ഗെയിംസിന്റെ തന്നെ ഭാഗ്യചിഹ്നം. അപ്പൊ ചിഹ്നമുണ്ട്, ഭാഗ്യചിഹ്നമുണ്ട്. ഭാഗ്യചിഹ്നം 3 റോബോട്ടുകളാണ്. ആ 3 റോബോട്ടുകളുടെ പേര് ഞാനൊന്ന് പറയാം. ചെൻചെൻ, കോങ്കോങ്, ലിയാൻ ലിയാൻ. ചെൻചെൻ, കോങ്കോങ്, ലിയാൻ ലിയാൻ. ഇങ്ങനെ 3 റോബോട്ടുകളാണ് ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം. ഇനി ഇതിന്റെ ദീപശിഖ, അതാണ് എറ്റേണൽ ഫ്ലെയിം. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ദീപശിഖയാണ് എറ്റേണൽ ഫ്ലെയിംസ്. അപ്പൊ ചിഹ്നം നമ്മൾ പറഞ്ഞു, ഇന്റർലോക്ക് വളയങ്ങളോട് കൂടിയ ഉദയസൂര്യൻ. പിന്നെ ഭാഗ്യചിഹ്നം പറഞ്ഞു 3 റോബോട്ടുകള്, ചെൻചെൻ, ലിയാൻ ലിയാൻ, കോങ്കോങ്. പിന്നെ ദീപശിഖ പറഞ്ഞു എറ്റേണൽ ഫ്ലെയിം. ഇനി ഇതിൽ നടന്ന ഗെയിംസ് ആണ് ക്രിക്കറ്റിലെ 2020 ഫോർമാറ്റ് ആണ് നടന്നത്. ഇതിൽ ഇന്ത്യക്ക് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയിട്ടുണ്ട്. അപ്പൊ ക്രിക്കറ്റിൽ ഇന്ത്യ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയിട്ടുണ്ട്. ഇതിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് ശ്രീലങ്കയാണ്. ഇനി അടുത്തൊരു വിഭാഗമാണ് കബഡി. കബഡിയിലും പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ സ്വർണ്ണ മെഡൽ തന്നെയാണ് നേടിയത്. ഇനി അടുത്ത ഗെയിംസ് ആണ് ഹോക്കി. ഹോക്കിയിൽ പുരുഷ വിഭാഗത്തിൽ മാത്രമാണ് ഇന്ത്യ സ്വർണം നേടിയത്. ഇനി അടുത്ത ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്, അതായത് നീരജ് ചോപ്ര. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇനി സിൽവർ മെഡൽ നേടിയത് കിഷോർ കുമാർ ജേന, ഇന്ത്യക്കാരന് തന്നെയാണ്. അപ്പോ ജാവലിൻ ത്രോയില് സിൽവർ മെഡൽ നേടിയതും ഗോൾഡ് മെഡൽ നേടിയതും ഇന്ത്യക്കാർ തന്നെയാണ്. ഗോൾഡ് മെഡൽ നേടിയത് നീരജ് ചോപ്രയും പിന്നെ സിൽവർ മെഡൽ നേടിയത് കിഷോർ കുമാർ ജേനയുമാണ്. ആ പേര് രണ്ടൊന്ന് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ മാനേജർ ആയിരുന്നത് അത് അഞ്ജു ബോബി ജോർജ് ആണ്. അപ്പൊ ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ മാനേജർ അഞ്ജു ബോബി ജോർജ് ആണ്. ആ പേരൊന്ന് എല്ലാവരും ഓർത്തു വെക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 2022 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലെ ഹാങ്ചോയിലാണ്. അപ്പൊ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത 2026 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്ന സ്ഥലം. അത് ജപ്പാനിലെ നഗോയയിലാണ്. അപ്പൊ 2026 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് ജപ്പാനിലെ നഗോയ. അത് എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്? 20ാമത്തെ ഏഷ്യൻ ഗെയിംസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഇതെന്തായാലും GK ഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. ഇതിനു മുമ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ സ്ഥലങ്ങളും മെഡലുകളും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കാറ്. നമ്മൾ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇമ്പോർട്ടന്റ് ആയ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും വീഡിയോ മൊത്തമായിട്ടും കാണാം. താങ്ക് യു.